എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ മദനേഷനായി, ഇവിടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള യശ്വന്ത് ഷണായി, ഇവിടെ പ്രധാന ചടങ്ങിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ 96-ാം ജന്മദിനം ആണ്. ആ ജന്മദിനം നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ്. ശ്രീ RS പ്രഭു സാർ, അദ്ദേഹത്തിൻ്റെ പത്നി ജനാർദ്ദനൻ സാർ, ഫിലിം ആക്ടർ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പിന്നെ MV ശ്രീനിവാസൻ, ഇവിടെ നമ്മുടെ ഗസ്റ്റുകളെല്ലാം ഓണർ ചെയ്യുന്ന MV ശ്രീനിവാസൻ, പിന്നെ ഇവിടെ മല്ലികാ സുകുമാരൻ മേഡവും മധുപാലും വരാമെന്ന് പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും ആരോഗ്യ കാരണങ്ങളാൽ മാത്രമാണ് വരാൻ കഴിയാതിരുന്നത്. മല്ലികാ സുകുമാരൻ ആശുപത്രിയിലാണ്, മധുപാലിന് സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. രണ്ടുപേരെയും വോയിസ് റെക്കോർഡ് അയച്ചിട്ടുണ്ട്. അത് ആ സമയമാകുമ്പോൾ അത് കേൾപ്പിക്കും. ജസ്റ്റിസ് സുകുമാരൻ സാർ എല്ലാവർക്കും അറിയാം, പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല. സമയം വളരെ ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ 5:30 മണിയാവുന്നു. 6:30 മണിക്ക് നമുക്ക് ഈ പ്രോഗ്രാം തീർക്കണം. 1 മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് 6:30-ക്ക് നമുക്കൊരു ഫിലിം ഷോ ഉണ്ട്. 1.5 മണിക്കൂർ ഫിലിം ഷോ. ഒരു കൊങ്ങിണി ഫിലിമാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട്. അത് വളരെ സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, സാമൂഹ്യപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഫിലിമാണത്. അത് എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 6:30-ക്ക് തുടങ്ങി 8 മണിക്ക് അത് അവസാനിക്കും. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന P. പ്രകാശ്, രംഗദാസ പ്രഭു സാറ് എത്തിയിട്ടില്ല, അദ്ദേഹം ഉടനെ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ K. രാധാകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് DG സുരേഷ്, അഡ്വക്കേറ്റ് CS അനിൽകുമാർ പൈ, ES രാകേഷ് പൈ, KR വിജയഗോപാലകൃഷ്ണനായി, ശ്രീ VR രാമചന്ദ്രൻ, എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സദസ്യരെയും ഹാർദമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം സമയക്കുറവ് പോലും ഞാൻ നിർത്തുന്നു. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വളരെ താരതമ്യേന ചെറുപ്പമായിട്ടുള്ള യശ്വന്ത് ഷണായിനെ നമ്മൾ ഉദ്ഘാടകനാക്കിയത് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിലെ പ്രശാന്ത് ഭൂഷണാണ് നമ്മുടെ യശ്വന്ത് ഷണായി എന്ന് നമുക്ക് തോന്നുന്നു. എന്തിനെതിരെയും അനീതി എന്ന് തോന്നുന്ന എന്ത് കാര്യത്തിനും വളരെ ശക്തമായിട്ട് അതിൻ്റെ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ വളരെ ധൈര്യത്തോടു കൂടി പോരാടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ഒന്നല്ല. പക്ഷേ സ്വന്തം ബോധ്യത്തിൽ അനീതി എന്ന് തോന്നുന്ന കാര്യത്തിൽ വളരെ ശക്തമായിട്ട് പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷണായി. കഴിഞ്ഞ 2 വർഷവും അദ്ദേഹം ഏകദേശം 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് കേരള അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന്. അദ്ദേഹത്തിനെ പ്രത്യേകം ഞാൻ സ്വാഗതം പറയുന്നു. അത് മാത്രമല്ല, ബാക്കി എല്ലാവരെയും ഒരുമിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. എന്നിരുന്നാലും സമയക്കുറവ് മൂലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദരണീയനായ ശ്രീ RS പ്രഭുവിന് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന മറ്റുള്ള വിശിഷ്ടാതികളായ ശ്രീ ചലച്ചിത്രത്തിലെ ഫേമസായ ശ്രീ ജനാർദ്ദനൻ സാർ, നമ്മുടെ ഇനാഗുറേറ്റ് ചെയ്യാൻ വന്ന യശ്വന്ത് ഷണായി, ജസ്റ്റിസ് സുകുമാരൻ സാർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികളും സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. എനിക്ക് RS പ്രഭുവായിട്ട് ഏകദേശം 40 കൊല്ലത്തോളം പരിചയമുണ്ട്. കാരണം എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത് ഞാൻ കുറച്ച് വാക്കുകളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. RS പ്രഭു എന്ന് പറയുന്നത്, RS പ്രഭു അതായത് രാമചന്ദ്ര ശ്രീനിവാസ് പ്രഭു, രാമേന്ദ്ര പ്രഭുവിൻ്റെ യശോദാബായിയുടെയും മകനായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പറവൂരിൽ മെയ് 5-ാം തീയതി 1930 ആണ് ജനനം. 1946 SSLC പാസ്സായതിനു ശേഷം അദ്ദേഹം പറവൂർ ഗവൺമെൻറ് സ്കൂൾ പാസ്സായതിനു ശേഷം 4 കൊല്ലത്തോളം അവരുടെ ഫാമിലിയിലുള്ള കച്ചവടത്തിലായിരുന്നു. അതിനുശേഷം 1950 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ മാനേജറായി പോവുകയും രക്തബന്ധം എന്ന സിനിമയിൽ ചേരുകയും ചെയ്തു. 1951 ആ സിനിമ റിലീസായി. അതിനുശേഷം 3 കൊല്ലം സിനിമാ ഫീൽഡിൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം രാജശ്രീ പിക്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയി പ്രവർത്തിച്ചു. അതിനുശേഷം ചന്ദ്രചാര പ്രൊഡക്ഷൻസിൽ അവരുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായും അവരുടെ 10 മലയാളം സിനിമയിൽ
പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് നീലക്കുയിൽ, മുടിയനായി പുത്രൻ, തച്ചോളിയോധനൻ, കുഞ്ഞാലിമരയ്ക്കാർ എക്സെട്ര എന്നിവ നാഷണൽ അവാർഡ് നേടുകയും ഉണ്ടായി. ശ്രീ RS പ്രഭു രക്തബന്ധം, മൂടുപടം, അസുരവിത്ത് എന്നീ സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി. 1966 രാജമല്ലി എന്ന പേരിൽ സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയുണ്ടായി. ശ്രീ RS പ്രഭു ചിത്രാലയ നിർമ്മിച്ച ത്രിവേണി എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. അതിനുശേഷം അദ്ദേഹം 13 മലയാളം ഫിലിം, 8 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് 5 കളർ സിനിമ സ്വന്തമായി നിർമ്മാണ കമ്പനിയായ ശ്രീ രാജേഷ് ഫിലിംസ് എന്ന ബാനറിൽ നിർമ്മിക്കുകയുണ്ടായി. ഫസ്റ്റ് സിനിമയായ ആഭിജാത്യം ഫിലിം ഫെയർ ബോംബെ, ഫിലിം ഫാൻസ് അസോസിയേഷൻ ചെന്നൈ, സിനിമാ മാസിക കോട്ടയം, കേരള സിനിമാറ്റോഗ്രഫി അസോസിയേഷൻ എന്നീ 4 അവാർഡുകൾ നേടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകൾ തീർത്ഥയാത്ര, തെക്കൻ കാറ്റ്, ആരണ്യകാന്ഡം, അമൃതവാഹിനി, അപരാജിത, അനുഭൂതികളുടെ നിമിഷം, അഗ്നിവ്യൂഹം, അധികാരം, അരങ്ങും അണിയറയും, അവതാരം, ആയുധം എന്നിവയായിരുന്നു. ശ്രീ പ്രഭു മലയാള ചലച്ചിത്ര പരിഷത്ത് ചെന്നൈയുടെ ആദ്യകാല ട്രഷറർ, ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണ്. ശ്രീ പ്രഭു മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെന്നൈ ഫൗണ്ടർ സെക്രട്ടറിയും 4 തവണ അതിൻ്റെ പ്രസിഡൻറ്റുമായിട്ടും പ്രവർത്തിച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ട്രിവാൻഡ്രം 1977-79 അതിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തെ പ്ലാറ്റിനം ജൂബിലി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ 1985 ചെന്നൈയിൽ വെച്ച് നടന്ന പ്രമുഖ 75 വ്യക്തികളിൽ ഒരാളായി ആദരിക്കുകയുണ്ടായി. കേരള ഫിലിം സ്ക്രിപ്റ്റിംഗ്സ് അസോസിയേഷൻ്റെ ചലച്ചിത്ര പ്രതിഭാ അവാർഡ് ലഭിക്കുകയുണ്ടായി. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 97 വയലാർ മെമ്മോറിയൽ കൾച്ചറൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. കേരള ഫിലിംസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊച്ചി 2005 സൈക്കോ ഓഫ് ഓണർ അവാർഡ് ലഭിക്കുകയുണ്ടായി. LIC JC ഫൗണ്ടേഷൻ കൊച്ചി അവാർഡ് 2006 മെക്ട കൊച്ചി ഗുരുപൂജ അവാർഡ് 2007 ഓണറബിൾ മെമ്പർഷിപ്പായി ലഭിക്കുകയുണ്ടായി. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2007 കോൺട്രിബ്യൂഷൻ ഫോർ ഓവറോൾ ഗ്രോത്ത് ഓഫ് മലയാളം സിനിമ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. മലയാളം ചലച്ചിത്ര പരിഷത്ത് ചെന്നൈ 2009 പ്രതിഭാ പ്രണാമം അവാർഡ് നൽകിയും അദ്ദേഹത്തിനെ ആദരിക്കുകയുണ്ടായി. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് 2013 അവരുടെ സെന്റിനറി സെലിബ്രേഷനിൽ ആദരിച്ചു. 2014 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അക്കാദമി ബോംബെ അദ്ദേഹത്തിൻ്റെ മലയാളം സിനിമാ സർവീസ് കണക്കാക്കി അവാർഡ് നൽകുകയുണ്ടായി. 1974 മുതൽ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ എലക്റ്റഡ് മെമ്പറായും 3 തവണ അതിൻ്റെ ട്രഷററായും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെലിഗേറ്റ് മെമ്പർ ഓഫ് ഫിലിം ഫെഡറേഷൻ ഓഫ് ബോംബെ SIFCC ആൻഡ് സ്പെഷ്യൽ അതിയായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ടും ചെന്നൈ 2014 വരെ. ചെന്നൈ അദ്ദേഹത്തിൻ്റെ 2017 ഏറ്റവും ഓൾഡസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ, 2 ആൺമക്കൾ, 1 രാജഗോപാൽ. അദ്ദേഹം കനറ ബാങ്ക് ഡിവിഷണൽ മാനേജറായി റിട്ടയറായി. 2ാമത്തെ മകൻ രമേശ്, അദ്ദേഹം USA പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൾ കാനഡയിലായിട്ട് വർക്ക് ചെയ്യുന്നു. അവർ ഫാമിലിയായിട്ടൊക്കെ സ്വന്തമായി ഇതായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. ഈ 96ാം ജന്മദിനാഘോഷത്തിൽ എക്മേലി സന്തോഷപൂർവ്വം അവരെ അറിയിക്കുകയും നമ്മളെ എല്ലാവിധ ജന്മദിനാശംസകൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും നൽകി എല്ലാവിധ ഇതുണ്ടായിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഭാഷണം നിർത്തുന്നു. Good evening to all the dignitaries on the stage and off the stage. എന്നോട് ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ the first thought that came to my mind is what qualifies me to be here. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയായിട്ടോ in that field I have no idea what it was. But today while introducing me they said that I fight injustice. I am a lawyer by profession, and somehow I just can't close my eyes to injustice. But I was thinking again that yesterday a friend of mine sent me a small newspaper cutting saying that a small newspaper quote about the function today. So I opened the newspaper to read it, but by the side of it there was another one small quote, which is that the Bar Council of Kerala was taking disciplinary action against me.
So I saw and I was thinking, what would be people thinking? This man is coming here to inaugurate, and then that villain, there is a disciplinary proceedings going against him to the Bar Council. Now let me tell you, when you fight corruption, today you become a villain. When you fight narcotics, you become a villain. When you fight the quarry lobby or a land lobby, you become a villain. So sometimes it is important to us as a society to think where we stand. We all think about our life. We see the comforts around us. But then we always tend to compare, why can't we be America? America is made by the people. If they see a police officer hit a person on the road, they will stop by and ask, why are you hitting? In India, if we see some police officer hitting, we will try to see if we can give two. So that is the small difference. So how I look at is through Martin Luther King's message, injustice anywhere is a threat to justice everywhere. If you see why narcotics has spread so much, it is because we remain silent to its spread. We have not questioned because we thought those people are very powerful people. But today, we have reached a situation where none of our children are safe because you can't identify what narcotics or what shape it comes in. So, I would take this opportunity here that, we should fight injustice in whichever way we can. It may be small way, but always stand up and say if something is wrong, it is wrong. And today you have called me kind of hero, but if you look at it another way, all I have done is a human duty of standing up and saying what is wrong. I have called a wrong, a right, and that is all I have done. So I thank the organizers here for having called me for this function because I feel myself as a very small person. When you look at the person who was sitting right next to me, Mr. R.S. Prabhu, he's 95, he's 96 today. And I can't even imagine how even a commute to Chennai would be in the 1950s. Because today it is so easy. You just book a flight ticket, you are in Chennai in the next 1 hour. But in 1956, how would that travel be to Chennai? How difficult it would be to transfer money. Today we just take our phone, take a picture, money is transferred. But 1950s, transfer the money. Even in 1984, when I used to go to my grandmother's house, there was no electricity. That is 1980s. So I can't even imagine what 1950s would have been. And I really appreciate the work Mr. Prabhu would have put in the 1950s. And probably some of the entertainment we have had is because of the work that people like Mr. Prabhu has put in. And when I was speaking to Janardhanan sir, I got to know that the only birthday boy is not Mr. Prabhu. Mr. Prabhu has turned 96 and Mr. Janardhanan has turned 79. So today we are having birthday of two people and I am happy to be sitting in between them. I again thank the organizers, and I hope we have a good birthday cake to be cut by two well-known personalities in the cinema industry. I'm not taking too much time. Thanks for calling me. Thanks for hearing me. Thank you so much. Once again, Advocate Ashwin Shadai, thank you so much. Thank you so much for being here with us today. We are so proud that a youngster like you who has started bold. Once again. I'm supposed to inaugurate this function also. I declare this program inaugurated. Thank you so much. I request
core committee, Ekmali core committee members, Mr. M.V. Srinivasan, to honor our chief guest today, Mr. Advocate Yashwant Shadai. ഇനി ഇപ്പം നമുക്ക് ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യാം ബർത്ത്ഡേയുടെ ബൈ കട്ടിംഗ് ബർത്ത്ഡേ കേക്ക്. I request Advocate Yashwant Shadai to kindly honor our chief guest of the day, Sri R.S. Prabhu, on his birthday. യെസ്, നമ്മുടെ ഫിലിം ആക്ടർ എല്ലാവരുടെയും പ്രിയങ്കരനായ ജനാർദ്ദൻ സർ ഇവിടെ വന്നിട്ടുണ്ട്. ജനാർദ്ദൻ സർ ഒരു മൊമെന്റോ കൊടുക്കുന്നു R.S. പ്രഭു സാറിന് ആസ് എ ടോക്കൺ ഓഫ് our love and affection to him. Thank you, sir. Now let the celebration begin by cutting the cake. Yes. You must join. Yeah, please, all of you, put your hands together. Yeah. Happy birthday to you. Happy birthday to you. Happy birthday, dear Prabhu sir. Happy birthday to you. ഇന്ന് നമുക്കൊരു സർപ്രൈസും കൂടെയുണ്ട്. നമ്മൾ R.S. പ്രഭു സാറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ കൂടെ ജനാർദ്ദനൻ സാറിൻ്റെയും കൂടി ബർത്ത്ഡേ ആണ്. നമുക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അദ്ദേഹവും ജോയിൻ ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ജനാർദ്ദനൻ സാർ. യെസ്, നമുക്ക് പരിപാടി തുടങ്ങാം. കേക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അടുത്തത് നമുക്ക് വിശിഷ്ടാതികൾ ഇന്ന് കുറച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചിരുന്നു മാഡം മല്ലിക സുകുമാരനെ. അവർ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതന്നെയല്ല, അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. വെരി ഗുഡ്. മിനിഞ്ഞാന്ന് അടൂര് ഞാൻ ഒരു താമസിക്കാൻ ഒരു വൈറ്റ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഒരു മുറിയൊക്കെ തന്നപ്പോൾ ഞാൻ ആദ്യം അവർ പറയുന്നുണ്ട്, എനിക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ 10 ദിവസം ആശ്രയി കിടന്നത്. എല്ലാ സിനിമാക്കാർക്കും അറിയാം, 3 മാസം അഭിനയം നിർത്തിയതുമൊക്കെ. എനിക്ക് പടി കയറാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ട് മധുപാലിനൊക്കെ അറിയാം സത്യത്തിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ വലിയ വിധേനെ ഞാൻ അവിടെ വന്നു, കാലിൽ ഇങ്ങനെ നീട്ടിയൊക്കെ വെച്ച് വന്നു. ഇവിടെ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റാമ്പ് പണിതതിനകത്ത് ബലമില്ല, അതിങ്ങനെ ഒരു ചെറിയ വീക്കാണ്, അത് മറ്റേയാണെന്ന് പറഞ്ഞിട്ട് താഴെ ഡൈനിങ് ഹാളും ഫസ്റ്റ് ഫ്ലോറിൽ ഈ മീറ്റിംഗ് നടക്കുന്ന മന്ത്രിമാരൊക്കെ വരുന്ന ഹാളും. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവർ പറഞ്ഞ് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ ഇത്രയും ജനത്തിൻ്റെ ഉപയോഗിച്ച് ഓറല്ലേ. ഞാൻ പിന്നെ ഒരു 3 പടി വെച്ച് പതുക്കെ കയറി അത് ചെന്ന് രാത്രിയായപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് സാറിനോട് എന്ത് പറയണമെന്നറിയാമോ. ഇവിടുത്തെ മെഡിഫോർട്ടിൽ, നമ്മുടെ SP മെഡിഫോർട്ടിൽ ഡോക്ടർ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റായിട്ട് വരുന്നൊരു വലിയ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാം, പക്ഷേ മാഡത്തിനോട് ഞങ്ങളെല്ലാവരും പറഞ്ഞത് ഒരു 2 മാസം കൊണ്ട് മാഡം ഒരുപാട് സ്റ്റെപ്സ് കയറല്ലേ എന്ന് പറഞ്ഞിരുന്നു. അത് ഇങ്ങനൊരു സപ്പോർട്ടില്ലാതെ എന്നും പറഞ്ഞ് ഒരു ബ്രേസ് പോലൊരു സാധനം, ഒരു കറുത്ത സാധനം 2 സൈഡിൽ ഇങ്ങനെ ഒരു സ്ക്രൂ പോലൊരു സാധനം വെച്ച് ഒട്ടിച്ച് വെച്ച് എൻ്റെ പൊന്നു മോനെ അത് കാലിലിട്ടു. എന്നിട്ടിപ്പോൾ 3 ദിവസം ഇവിടെ നിൽക്കും. ഞാൻ തിരുവനന്തപുരത്താണ്, ഇവിടെ നിൽക്കണം.
കാരണം ഈ കാലുവേദന എടുത്തപ്പോൾ എനിക്കങ്ങ് പെട്ടെന്ന് ഈ വീട്ടിൽ വന്നോളാൻ ഈ ഡോക്ടറും ലേക്ക് ഷോറിലെ നമ്മുടെ ഡോക്ടർ ജേക്കബ് വർഗീസ് സാറുമാണ് എന്നെ നോക്കുന്നത്. അപ്പം ഞാനിവിടെ ചെന്നു ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് മാഡം വളരെ സൂക്ഷിക്കണം. അപ്പം മക്കൾ 2 പേരും വിളിച്ചു. ഒരാളങ്ങ് വിദേശത്താണ്, ഒരാൾ ഹൈദരാബാദിലാണ്. ഇന്നലെ പക്ഷേ ഇന്നലെ വന്നെന്ന് തോന്നുന്നു മദ്രാസിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ സാറിനകത്ത് വിളിച്ചു പറഞ്ഞു, അമ്മ പഴയ പ്രായമല്ല, അമ്മയ്ക്ക് ഒരുപാട് ഇച്ചിരി ഡയബറ്റീസും കാര്യങ്ങളും അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണ്. എറണാകുളത്തായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇച്ചിരി ഞൊണ്ടിയെങ്കിലും പതുക്കെ അവിടെ വരെ പോകാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് അമ്മ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കാലിന് പ്രശ്നം വരുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിനൊരു വിഷമം. ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രൊഫസർ. അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെയൊക്കെയുള്ള മനസ്സും ശരിക്കും സത്യസന്ധതയൊക്കെയുള്ള പ്രൊഡ്യൂസർമാരൊന്നും ഇപ്പോഴില്ല. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടതുകൊണ്ട് ഇപ്പോഴത്തെ സിനിമ ഇതയോ എനിക്കിപ്പോൾ അഭിനയിക്കണമെന്ന് പോലും ഇല്ല എൻ്റെ പൊന്നു കുഞ്ഞ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് വളരെ വിനയപൂർവ്വം പറഞ്ഞാൽ മല്ലിക ചേച്ചിക്ക് വലിയ സങ്കടമുണ്ട്, പക്ഷേ 10-ാം തീയതി വരെ നിന്നാൽ മതി ഇവിടെ നിന്ന്. ഇപ്പോൾ അവർ പറഞ്ഞു ഞാനങ്ങ് അല്ലെങ്കിൽ തന്നെ അവിടെ വന്നിട്ട് നിൽക്കാനായിരുന്നത്. അപ്പോൾ പറഞ്ഞില്ല ഇല്ല എൻ്റെ പൊന്നു മാഡം ഒരു 3 ദിവസം മാഡം നിന്നാട്ടെ, 6, 7, 8, 9-ാം തീയതി ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഈ ബ്രേസ് ഊരിത്തരാം. 10-ാം തീയതി മാഡം കാല് നീട്ടി വെച്ച് കാറിന് പോകാൻ പറ്റിയില്ലെങ്കിൽ മാഡം ട്രെയിനിലെങ്കിലും പോകണം, ഒരു ബെർത്ത് എടുത്ത് എന്നൊക്കെ പറയാം. അത് അതിനെക്കാട്ടി പേടി. ട്രെയിനിൽ കയറിയാൽ ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവൻ കിട്ടും, അറിയാമല്ലോ. എന്തായാലും എൻ്റെ ദൈവമേ, സാറിനോട് ഒരുപാട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വളരെ ക്ഷമാപണത്തോടുകൂടി പറയുകയാണ്. ഞാൻ 10-ാം തീയതി അവിടെ വന്ന് ഒരു ദിവസത്തെ വിശ്രമം കഴിഞ്ഞാൽ 12-ാം തീയതി ഞാൻ സാറിനെ കാണാൻ വരും. എനിക്ക് സാറിനെ വളരെ വിനയപൂർവ്വം സാറിൻ്റെ ഒരു ജന്മദിനത്തിനൊരു ദക്ഷിണ കാൽക്കൽ വെച്ച് വരണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊക്കെ ഞാൻ നടത്തും. എനിക്ക് ഇന്നത്തെ പരിപാടിക്ക് അവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഇതൊന്നും അവിടെ പറയണം. എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസം ആശ്രയി കിടന്നതും അഭിനയമൊക്കെ 2.5 മാസം നിർത്തി വെച്ചതൊക്കെ സിനിമാക്കാർക്കും സീരിയലുകാർക്കും എല്ലാം അറിയാം മോനെ. അപ്പം അതൊന്ന് സാറിൻ്റെ അടുത്ത് പറയണം. ചേച്ചിക്ക് വയ്യാതെ എങ്ങനെങ്കിലും ഇന്നങ്ങ് എത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഇന്നലെ വൈകിട്ടത്തെ വന്ദേ ഭാരതിൽ കയറി അങ്ങ് വരാമെന്നാണ്. അപ്പോൾ ഈ സാധനം ടൈറ്റായിട്ട് മുട്ടിലിട്ടപ്പോൾ നമുക്ക് മുട്ട് മടക്കാനും ഒക്കെ ഒരു ഇച്ചിരി പാടുണ്ട്. സ്ട്രെയിറ്റായിട്ട് ഞാനിപ്പോൾ ഒരു റിക്ലൈനിങ് ചെയറിലിങ്ങനെ ഇരിക്കുകയാണ്, കുഴപ്പമില്ല. ഇതൊക്കെയാണ് സംഭവം. അതുകൊണ്ട് സാറിനോട് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. 12-ാം തീയതി ഞാൻ സാറിനെ കാണാൻ സാറിൻ്റെ വീട്ടിൽ വരുമെന്നും പറയണം. അതല്ല 11-ാം തീയതി രാവിലെ എത്തി 10-ാം തീയതി വരെ നിന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 11-ാം തീയതി രാവിലെ ഏതെങ്കിലും ട്രെയിനിലങ്ങ് വന്നാൽ എനിക്ക് അന്ന് ഏതായാലും ശരി 12-ാം തീയതിയോടുകൂടി ഞാൻ സാറിനെ വന്ന് കണ്ട് ക്ഷമ ചോദിക്കും. മരിയേച്ചി പ്രത്യേകം പറഞ്ഞു, ഇങ്ങനൊരു വിഷമം ഒരു ഈ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനൊരു വിഷമം എന്തെങ്കിലും എപ്പോഴും വേണമല്ലോ. പണ്ടില്ലേ കുന്തിദേവി പറഞ്ഞാൽ ഒഴിയാതൊരു വിഷമം മനസ്സിലെപ്പോഴും എന്തെങ്കിലും എല്ലാ സുഖങ്ങളും തന്നാലും വേണം. അപ്പോഴേ നമ്മൾ കൂടുതൽ ദൈവത്തിനെ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു സങ്കടമായിപ്പോയി എനിക്ക്. എങ്കിലും ആ സങ്കടത്തിന് പരിഹാരമായിട്ട് ഞാൻ വരും സാറിനെ കാണാൻ. മല്ലിക സുകുമാരൻ മാഡത്തിൻ്റെ ആയിരുന്നു ഈ മെസ്സേജ്. അവരെന്തായാലും നേരിട്ട് വന്ന് കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരിട്ട് വന്ന് കാണും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അടുത്തത് ശ്രീ KG ജനാർദ്ദനൻ. അദ്ദേഹത്തെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, ഉറപ്പുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നു, 2 വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന അതിനേക്കാൾ ബഹുമാന്യ വ്യക്തികളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം അനുഭവത്തോടു കൂടി ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. ബാറ്റെന്നുകൊണ്ടല്ല, ഒരുപാട് വയസ്സായിട്ടില്ല, പ്രൊഫസറിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റിയിട്ടില്ല, 10-14 കൊല്ലം കഴിയണം. എന്നാലും ഈ പ്രായത്തിൽ ഒരു ചെറിയ നടപ്പ് ദൂഷ്യം വന്നിരിക്കും. അവിടെ ഒരുപാട് നേരം നിൽക്കാനുള്ളൊരു ചെറിയ പ്രയാസമുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒക്കെ 1930 ഇദ്ദേഹത്തിൻ്റെ ജനനം. അതൊരു മെയ് 5-ാം തീയതി. ഞാൻ 1946 മെയ് മാസം 5-ാം തീയതി. ഞങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പ്രൊഫസർ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു 10-25 വയസ്സുള്ളപ്പോൾ ഞാൻ എയർഫോഴ്സിലോടെ പോയി കറങ്ങി തിരിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് സിനിമയോടുള്ള ആർത്തി കൊണ്ട് എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള അവസരങ്ങളില്ലാതെ ആ പ്രൊഡ്യൂസറിനെ എന്തോ വകർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജരാക്കി. എന്ന് പറഞ്ഞതുപോലെ 1950 സാറ് ചന്ദ്രദേവ പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് കയറുന്നത്.
അദ്ദേഹം അതിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വരെ പോയി പ്രൊഡക്ഷൻ മാനേജറായി, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി 10-13 പടങ്ങളെടുത്തു. അതേറ്റവും അഭികാമ്യവും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം അന്തസ്സായിട്ടും അഭിമാനമായിട്ട് കുടുംബസമേതം ഇന്ന് കാണാൻ പറ്റിയ ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ഒരു ഒബ്സീനുള്ള പടങ്ങളില്ല. ഇന്നത്തെ തലമുറക്കൊന്നും അറിയാവുന്നത് അത്രയ്ക്ക് ആഭിജാത്യമുള്ള പടങ്ങൾ അങ്ങനെ ഒരുപാട് എടുത്തിട്ടുണ്ട്. എടുത്ത ഒരു വ്യക്തിയാണ് എനിക്ക് തന്നത്. എനിക്ക് 71 തൊട്ട് അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് സംസാരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കുറ്റം ഇങ്ങനെ പറ്റി പറയുള്ളൂ. എല്ലാവരും നല്ലതല്ലേ പറയൂ. ഇപ്പം മല്ലികയ്ക്ക് പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും വലിയ ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം ഇങ്ങനെ പറ്റി പറയാൻ വിചാരിച്ചു. ഒരുപാട് ആലോചിച്ചിട്ട് കുറ്റമില്ല, ഒരു കുറ്റവും കുറവും പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന പ്രൊഫസർ. ഇതുപോലെ തന്നെ അവിടെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാം, അസോസിയേറ്റഡ് വാസുദേവൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതിതുപോലെ തന്നെ ഇവർക്കുള്ള വിശേഷം വെച്ചാൽ സാധാരണ സിനിമാക്കാർക്കുള്ള പോലെ മദ്യപാനമില്ല, വ്യഭിചാരമില്ല, മറ്റുള്ള വൃത്തികേടുകളില്ല, കള്ളത്തരമില്ല. അതാണെങ്കിൽ ഏറ്റവും വലുത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന തോന്നും ദാരിദ്ര്യവാസികളാണെന്ന്. പ്രമുഖത്താണ് പേരെങ്കിലും ദാരിദ്ര്യവാസി, അത് പുറത്തുനിന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല. ആ ഉള്ള പൈസ 10 പൈസ പോലും ആർക്കും കടം പറയാതെ ഉള്ള കാശിൻ്റെ ഇത്ര എൻ്റെ കാശുള്ളൂ, ഇതിന് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ വന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞ് വളരെ ക്ലീനായിട്ട് പടമെടുത്ത വ്യക്തിയാണ് ഞാൻ. ഇത് പറയാൻ കാരണം എനിക്ക് അന്തസ്സായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാത് ഇതാ കണ്ട് അനുഭവിച്ചവരാണ് ഞാൻ 10-25 വർഷം മദ്രാസിൽ. ഇതിന് ശേഷമാണ് മലയാള സിനിമയിൽ കുറേ NRIക്കാർക്ക് ഇങ്ങനെ വന്ന് നാറ്റിച്ച് നശിപ്പിച്ച് കോടാലിയാക്കി. അതുവരെ ഞാൻ കണ്ട സിനിമ, മദ്രാസിൽ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ അന്ന് 8-10 പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 8-10 അല്ലേ സാറേ, 8-10 പ്രൊഡ്യൂസേഴ്സ് അല്ലേ ഉള്ളത്. ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ അവർക്ക് മറ്റ് യാതൊരു ചിന്തയില്ല, നല്ല പടങ്ങൾ എടുക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, മറ്റ് ബിസിനസ്സുകളില്ല. അങ്ങനെ ഈ സിനിമയോടുള്ള കലയോടുള്ള സ്നേഹം കൊണ്ട് നല്ല നല്ല നോവലുകളും നല്ല കഥകളും സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് പോയിട്ടിപ്പോൾ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, കഥ വേണ്ട, യാതൊന്നും ഇല്ലാത്ത സിനിമ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വരുന്നുണ്ട്. 240 പടമൊക്കെയാണ് ഒരു വർഷം. ഇതിൽ പച്ച പിടിച്ച് പോകുന്ന 5-6 പടങ്ങൾ കാണും. അല്ലാതെ ഇദ്ദേഹത്തിന് എത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ശുദ്ധൻ എന്ന് പറഞ്ഞാൽ പരമശുദ്ധൻ. ഈ ഇന്നിപ്പോൾ പാറ്റൻറ്റിൽ അവരൊക്കെ മാറുന്നത് പാത്താക്കരയല്ല, ശുഭ്രവസ്ത്രമല്ലാതെ ധരിക്കില്ല, അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫസറിന് ഇനിയും കുറക്കാലം കൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമല്ലാതെ നമുക്ക് വേറെ ചെയ്യുന്നത് അല്ല. ഞാൻ ആലോചിക്കുന്നത് ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതായി. പ്രൊഫസറൊന്നുമില്ലേലും ഇപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു ദൈവാധീനം. കാരണം വേറെ കൊണ്ടല്ല, ജീവിതചര്യ ഇവരൊക്കെ ജീവിച്ചു വന്നത് അതുപോലത്തെ ഒരു പ്രത്യേക ഒരു പാതയിൽ കൂടി വന്ന മനുഷ്യരാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അസോസിയേറ്റ് ബാസ് സാറ്, MO ജോസഫ് സാറ്, ഇദ്ദേഹം ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ലാതെ ഭംഗിയായി പടങ്ങളെടുത്തിട്ട് റിലീസ് ചെയ്ത് പോകുന്ന ആളുകൾ. അപ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോവുകയാണ്, ഈ ഫംഗ്ഷനൊന്ന് പോകാൻ, അതിൻ്റെ ആ കൊതിയൊക്കെ തീർന്നു. ഈ പ്രൊഫസറിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് മാത്രം മനഃപൂർവ്വമായി ഓടിയെത്തിയതാണ്. അത് തന്നെയാണ് മല്ലികയും പറഞ്ഞത്. കാരണം അവളും ബന്ധം പോയില്ല, കാരണം അവർക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം അത് ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടത്തി ഇദ്ദേഹത്തിന് ആദരിക്കേണ്ട കാലങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ നേരത്തെ ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും ഇതുപോലൊരു വേദിയിൽ ഇതുപോലെ അദ്ദേഹത്തിന് ആദരിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും കുറേ കാലം കൂടി എനിക്ക് മറ്റൊരു സന്തോഷം, സാറ് മദ്രാസിൽ നിന്ന് വന്ന് എറണാകുളത്ത് സെറ്റിലായെന്നുള്ളതാണ്. അതാണ് നമുക്ക് വളരെ വേറെ സന്തോഷം. അപ്പോൾ സിനിമ പരസ്യത്തോടുകൂടി ഞാനും മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ഇതിന് സംസാരിച്ചിരുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നിങ്ങളോടും എല്ലാം ക്ഷമ ചോദിക്കുന്നു, ക്ഷമിക്കണം എന്നായിരിക്കും. നന്ദി ശ്രീ ജനാർദ്ദനൻജി. ജന്മദിനമായിട്ട് പോലും
പ്രഭു സാറിൻ്റെ ജന്മദിന ആഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞതിനും ഇത്ര നല്ല വാക്കുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിനും ഒത്തിരി ഒത്തിരി നന്ദി. പ്രഭു സാറും ഇതിൽ സന്തോഷിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നത് ശ്രീ മധുപാൽ, ചെയർമാൻ കേരള സ്റ്റേറ്റ് കൾച്ചറൽ ഫണ്ട് ബോർഡ്, ആക്ടർ, ഡയറക്ടർ എല്ലാ പൊസിഷനിലും ഉണ്ടായിരുന്ന ശ്രീ മധുപാൽജിനെയാണ്. അദ്ദേഹവും അസുഖം കാരണം വരാൻ പറ്റിയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇതാക്കി എടുക്കുന്നു. നമസ്കാരം സാർ. ഞാൻ തീരെ വയ്യാതിരിക്കുന്നൊരവസ്ഥയിലാണ്. ഒരു കണ്ണൂർ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് അവിടുന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന AC-യുടെ ബ്ലോവർ മൊത്തം നമ്മുടെ മേത്തടിച്ചിട്ടുള്ളതായിരുന്നു തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോഴേക്കും ആകെ കൂടെ വല്ലാത്തതായിരുന്നു. കാരണം അതിൻ്റെ അകത്തുള്ള ഡസ്റ്റും പൊടിയും ഒക്കെ കൂടി ആകണം, എല്ലാം കൂടെ ഇതായിട്ടുണ്ട്. തീരെ വയ്യാതുണ്ട്. ഒരു രക്ഷയുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും വന്നേനെ. അതുകൊണ്ട് സദയം ക്ഷമിക്കണം. എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട് സാർ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ട് എറണാകുളത്ത് വന്ന് ഞാൻ കണ്ടുകൊള്ളാം. ഏറ്റവും പൂജനീയനായ RS പ്രഭു, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, ജീവിത ബലവുമായ മിസസ് RS പ്രഭു, ഇതിൻ്റെ സംഘാടകരെ, സ്നേഹിതന്മാരെ, ഞാൻ എറണാകുളത്ത് ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. 1930 തന്നെയായിരുന്നു ജനനം എന്നതൊരു ആകസ്മിക സംഭവമാണ്. ജനിച്ച നാൾ മുതൽക്ക് തന്നെ എറണാകുളത്തിൻ്റെ ധന്യമായ സംസ്കാരം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരു വ്യക്തിയുമാണ്. എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെയുള്ള ഗൗഡസാരസ്വ സംഘത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും കൊങ്കണി ഭാഷ അറിയണമെന്നും പറയണമെന്നും അദമ്യമായ ആഗ്രഹമുണ്ടായി. അത് മറ്റൊന്നു കാരണം കൊണ്ടല്ല. സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ എന്ന മഹാവിദ്യാലയത്തിൽ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന മഹാവിദ്യാലയത്തിൽ നല്ലൊരു ഭാഗം സുഹൃത്തുക്കൂക്കളും സഹപാഠികളും തിരുമല ദേവസ്വം അമ്പലത്തിന് സമീപമുള്ള മിടുക്കന്മാരായ ബുദ്ധികൂർമ്മതയുള്ള സുന്ദരന്മാരുമായ കുട്ടികളായിരുന്നു. അന്ന് സ്കൂളിൽ അധികം കൊങ്കണി വാക്കുകൾ പഠിച്ചിരുന്നില്ല. മഴ വരുമ്പോൾ കുട വേണമല്ലോ. അപ്പോൾ കുടയുടെ കൊങ്കണി ഭാഷ എന്താണ്? ഇത് അടുത്തിരുന്ന രത്നാകൃഷ്ണനായി പറഞ്ഞു തന്നു, സത്തൂലി. ഇന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന കുട. ഞാൻ അതിനെ വന്ദിക്കുന്നു. മറ്റ് 4 വാക്കുകൾ കൂടി എനിക്ക് പരിചിതമാണ്. അത് ഞാൻ സെയിൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് SRVHS വരെ നടന്നു പോകേണ്ട സന്ദർഭത്തിൽ ഓർക്കുന്നതും പ്രാർത്ഥിച്ചതുമായ 4 വരികളാണ്. എൻ്റെ സ്കൂൾ ടീച്ചർ പറഞ്ഞു, പഠിച്ച മിടുക്കനാണെങ്കിൽ പോലും, എല്ലാവിധത്തിലുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല എന്ന്. അന്നും ഇന്നും ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തിരുമല ദേവസ്വം റോഡിൽ കൂടി പോവുക. കുറേ കഴിയുമ്പോൾ അവിടെ അമ്പലം കാണും. പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ രൂപവും അദ്ദേഹം എനിക്ക് ചൊല്ലിത്തന്നു. മക്കദേവ സ്കോളർഷിപ്പ് ദി. ഞാൻ ഹാർദമായും ആത്മാർത്ഥമായും ഭക്തിപരസ്പരവും പ്രാർത്ഥിച്ചു, മക്കദേവ സ്കോളർഷിപ്പ് ദി. എനിക്ക് ദൈവം സ്കോളർഷിപ്പ് നൽകി. ഇതാണ് എൻ്റെ എളിയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ പടി
എന്ന് RS പ്രഭുവിനെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഈ എറണാകുളം പ്രഭുക്കന്മാരുടേതായിട്ടുള്ള ഒരു ജില്ലയാണ്. 5 പ്രഭുക്കന്മാർ കൂടി ഭരിച്ചതുകൊണ്ടാണ് അഞ്ചിക്കൈമൾ ഡിസ്ട്രിക്റ്റ് എന്ന് പേര് വന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോവയിൽ നിന്നും ഇവിടെ എത്തിയ സുഹൃത്തുക്കൾ, മിടുക്കന്മാർ, കാര്യശേഷിയുള്ളവർ, ആത്മാർത്ഥതയുള്ളവർ, സ്നേഹിക്കാൻ പറ്റിയവർ, ആ ഒരു ജനസമൂഹം ഇവിടുത്തെ പരിതസ്ഥിതിയെയും സാംസ്കാരിക സാന്നിധ്യത്തെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. എറണാകുളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനിയായ ഒരു പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന ഒരു സംഘാടകനായിരുന്നു G. വാമനപ്രഭു. കാരണം ബർമ ഷെല്ലിൻ്റെ മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നത് വാമനപ്രഭുവിൽ കൂടിയായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് വഴിവിളക്കുകളിൽ സ്ഥാപിച്ച് കോർപ്പറേഷൻ കുറച്ചെങ്കിലും വെട്ടവിളിക്ക് നൽകാൻ ശ്രമിക്കുന്ന കാലത്ത് ഈ നഗരത്തിലെ എല്ലാ ജനങ്ങളുടെയും വെളിച്ചത്തിൻ്റെ ആവശ്യവും കാണുക ആഗ്രഹിക്കുന്നവരുടെയും ആഗ്രഹം നിറവേറ്റിക്കൊടുത്തത് G. വാമനപ്രഭുവാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ബ്രോഡ്വേയിലുണ്ടായിരുന്ന AR പ്രഭു ആൻഡ് സൺസ്. അവിടെയാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള ഉപഭോഗ വസ്തുക്കൾ ലഭിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പേനയും മഷിയും മറ്റും ആണ്. അത് നിർലോഭമായി എനിക്ക് ലഭിച്ചത് AR പ്രഭു ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു. പക്ഷേ മറ്റ് സാംസ്കാരിക മേഖലയിലുള്ള സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണെന്ന് തോന്നിപ്പോകുന്നു. എന്നെ സംസ്കൃതം പഠിപ്പിക്കാൻ കൈവിട്ടുണർത്തിയത് AD ഹരിശർമ്മ എന്ന മഹാപണ്ഡിതനായ ഗൗരവ ബ്രാഹ്മണ ഗുരുവാണ്. RS പ്രഭുവിനെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെയും ഓർക്കുന്നു. RS പ്രഭുവിൻ്റെ സഹധർമ്മിണിയെ ഓർക്കുമ്പോൾ ഞാൻ AD ഹരിശർമ്മയെ ഒന്നുകൂടി ഓർക്കുന്നു. മറ്റ് പ്രഭുക്കന്മാരുടെ എല്ലാ പ്രതാപങ്ങൾ മങ്ങിയാലും എനിക്കൊന്നുറപ്പുണ്ട്, RS പ്രഭുവിൻ്റെ പ്രഭുത്വം, വെളിച്ചം, വെട്ടം ഒരിക്കലും മങ്ങുകയില്ല എന്ന്. ആ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ കുറേക്കാൾ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ, വെളിച്ചം നൽകട്ടെ, ചൂട് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നവീൻ കുമാറിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന്, കൊങ്കണി ഭാഷ പരിഷത്ത് എന്നുള്ള സംഘടനയുടെ സംഭാവന വളരെ മഹത്താണ്. ഞാൻ സൂചിപ്പിച്ചു എൻ്റെ കൊങ്കണി ഭാഷ പരിചയത്തെപ്പറ്റി. കൂടുതൽ അഭിമാനം ഉണ്ടായത് ബോംബെ ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിൽ ഗോവയിൽ കുറേ കാലം ഞാൻ സേവനം അനുഷ്ഠിച്ചപ്പോഴാണ്. അവിടെയുള്ള സാംസ്കാരിക ധന്യത ഇങ്ങോട്ടും വന്നല്ലോ. അതിൽപ്പെട്ട ഒരാളാണല്ലോ RS പ്രഭുവും, അതിൽപ്പെട്ട ഒരു നായകനാണല്ലോ RS പ്രഭുവും എന്ന ചിന്ത സർ എന്നെ കോരിത്തിരിപ്പിക്കുന്നു. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഗുരുഭക്തിയും ആ പ്രണാമം അർഹിക്കുന്നു. ഞാൻ അതും വിനയപൂർവ്വം ചെയ്തുകൊള്ളട്ടെ. ഇതിൽ വിഷയത്തിൽ നിന്ന് വിട്ട് ഒരു കാര്യം പറയേണ്ടിയിരുന്നു. ഇവിടെ നടന്ന നൃത്തം, ആ നൃത്തത്തിന് ഭംഗിയുണ്ടായിരുന്നു, ചലനാത്മകമായ സംഗീതമുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഉപരി സമീപകാലത്തുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ
ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരവും നടപടിയും അതിൽ ഉൾക്കൊണ്ടിരുന്നു. ആ സുന്ദരികളെയും അവരുടെ ചുവടുകളെയും അവരുടെ സംഗീതത്തെയും അവരുടെ സന്ദേശത്തെയും അവരുടെ ആശയത്തെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. RS പ്രഭുവിൻ്റെ ജന്മദിനാഘോഷം ആചരിക്കുമ്പോൾ അതിനും എനിക്കൊരവസരം കിട്ടിയല്ലോ എന്ന സ്വകാര്യ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. സ്നേഹിതന്മാരെ, ഞാൻ അധിക പ്രസംഗിയാണെന്നാണ് എൻ്റെ സഹധർമ്മിണി എപ്പോഴും പറയാറ്. ഞാനത് കുറയ്ക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല, ക്ഷമിക്കുക. പക്ഷേ ഇപ്പോഴൊരു നല്ല വാർത്തയുണ്ട്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചിരിക്കുന്നു. RS പ്രഭുവിന് മംഗളങ്ങൾ നേരുന്നു. ശതാബ്ദി ആഘോഷവും നടത്തണം എന്നിതിൻ്റെ അധികാരികളോട് പറയുന്നു. എന്നെ ക്ഷണിക്കണമെന്നും പറയുന്നു. അതിലൊരു സ്വകാര്യ ഉദ്ദേശം കൂടിയുണ്ട്. അദ്ദേഹത്തിന് 100 വയസ്സാകുമ്പോൾ ഞാനും ഉണ്ടാവുമല്ലോ എന്ന സ്വകാര്യ സന്തോഷം. പ്രഭു, വന്ദനം, പ്രണാമം. വന്ദനം, പ്രണാമം. സദസ്യരെ വന്ദനം, പ്രണാമം. എൻ്റെ സംസാരം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അരനൂറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച മഹാനായ ശ്രീ RS പ്രഭുവിൻ്റെ 96ാം ജന്മദിനാഘോഷത്തിന് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ സാധിച്ചതിൽ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന് അത്യധികമായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടായുസ് ആനന്ദകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ പുസ്തക ശേഖരത്തിലുള്ള പഴയ ഒരു മലയാള സിനിമ ഡയറക്ടറി എടുത്തു നോക്കിയപ്പോൾ അതിൽ അതിസുന്ദരനായ വളരെ ചെറുപ്പക്കാരനായ RS പ്രഭുവിൻ്റെ രാമചന്ദ്ര ശ്രീനിവാസ പ്രഭു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന പേര് ചിത്രമാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോഴാണ് 1-2 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഒന്ന്, മലയാള സിനിമയുടെ യശസ് ഭാരതം മുഴുവൻ ആദ്യമായി എത്തിച്ച നീലക്കുയിൽ എന്ന ചിത്രത്തിൻ്റെ ശില്പികളിൽ ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം മാത്രമായിരിക്കും. മറ്റൊന്ന്, ചന്ദ്രചാരയുടെ വളരെ മികവുറ്റ 4-5 ചിത്രങ്ങൾ, നീലക്കുയിലിന് പുറമെ കുഞ്ഞാലി മരയ്ക്കാർ, തച്ചോളി ഉദയനൻ, രാരിച്ചൻ എന്ന പൗരൻ തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു RS പ്രഭു. എന്തുകൊണ്ടാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ഇതുവരെ കൊടുക്കാൻ കേരള സർക്കാരിന് തോന്നാതിരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അദ്ദേഹത്തിന് അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ജനാർദ്ദനൻ ചേട്ടൻ്റെ 80ാം പിറന്നാൾ അടുത്ത വർഷം ഈ വേദിയിൽ ആഘോഷിക്കാൻ ഒരവസരം ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം RS പ്രഭു സാറിൻ്റെ ശതാബ്ദി ആഘോഷത്തിനും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദി അനുവദിക്കുന്നതാണ്. ഒരിക്കൽ കൂടി 2 പേർക്കും, പ്രഭു സാറിനും ജനാർദ്ദനൻ ചേട്ടനും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അന്ന് RS പ്രഭു സാറും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും, അതായത് ഡോക്ടർ JA ഭട്ടിൻ്റെ അനന്തരവനാണ് ഞാൻ. അവിടെ താമസിക്കുമ്പോൾ സിനിമ പിടിച്ച ഒരു കൊങ്ങണി സമുദായത്തിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നി. എനിക്കും ഒരു സിനിമ അഭിനയിക്കണം, അദ്ദേഹത്തെ പിടിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോകണം എന്നുള്ള ഒരു ചെറിയ സ്വപ്നമുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഒരു പ്രഭു സാറാണ്, ഞാനും ഒരു പ്രഭുവാണ്. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ഒരു വിശ്വാസം ആ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഒരു വലിയ ആശയമാണ്. ഇന്ന് കാശ് വളരെ പരിമിതമായി ഉണ്ടായിട്ട് പോലും ഒരു സിനിമ കലാവാസന, അദ്ദേഹത്തിൻ്റെ ആ ആശയം വലുതാണ്. ഇത് അദ്ദേഹത്തിന് 96ാമത്തെ ജന്മദിനം അദ്ദേഹം ആഘോഷിക്കുകയാണ്. അതേപോലെ ജനാർദ്ദന ചേട്ടനും
ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു ആശയം വലിയ ആശയമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് എക്മേളി ഗ്രൂപ്പും. അതായത് എക്മേളി എന്ന് വെച്ചാൽ ഒരു കോർഡിനേഷനാണ്, കൊങ്കണി സമുദായത്തിൻ്റെ ഒരു കോർഡിനേഷൻ. ഈ കൊങ്കണി എന്നുള്ളത് ഗോവയിൽ നിന്ന് വന്ന് കേരളത്തിൽ ഇങ്ങോളം അങ്ങോളം കുടിയേറിപ്പാർത്ത് വരുത്തന്മാരാണ് ഈ കൊങ്കണികൾ. പക്ഷേ വരുത്തന്മാരാണെങ്കിലും അവരിന്ന് 53 അമ്പലങ്ങൾ സ്വമേധയാ ഇവിടെ പ്രതിഷ്ഠിച്ചു, ആരാധന നടത്തി വന്ന ഒരു വലിയ സമൂഹമാണ് കൊങ്കണി സമൂഹം. എത്ര കച്ചവടം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കച്ചവടം സ്ഥാപിച്ചു. അതേപോലെ എവിടെയൊക്കെ താമസിക്കുന്നോ അവിടെയെല്ലാം ഒരു കോളനിയിലൂടെ അവിടെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമാധാനകാംക്ഷികളായ, ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു വലിയ സമൂഹമാണ് കൊങ്കണി സമൂഹം. അതിന് ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് ഇറ്റ്. അദ്ദേഹത്തിൻ്റെ ഈ 100 വർഷം അദ്ദേഹത്തിന് നൽകണമേ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇതിൽ അദ്ദേഹത്തിന് നൽകണം എന്നതുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. ബഹുമാന്യ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി രാമചന്ദ്ര ശ്രീനിവാസ പ്രഭു, അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ സഹധർമ്മിണി, അതുപോലെ തന്നെ ജസ്റ്റിസ് സുകുമാരൻ സാർ, അതുപോലെ ജനാർദ്ദനൻ സാർ തുടങ്ങി വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നമ്മുടെ രംഗദാസ പ്രഭു 100 വയസ്സാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഞാൻ ഒരു പുരുഷായുസ്സായ 120 വർഷം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ രാമചന്ദ്ര ശ്രീനിവാസ പ്രഭു ജീവിക്കണമെന്ന് ഞാൻ മനസ്സോട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സിനിമയിലെ ഒരു വലിയ പ്രതിഭാസമാണെന്ന് പറഞ്ഞു. പക്ഷേ ആരെന്ത് പ്രതിഭാസമാകുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഹിസ്റ്ററി ബീറ്റ്സ് ഫിക്ഷൻ എന്നാണ് ഞാൻ ഈ വേദിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചരിത്രം കെട്ടുകഥയേക്കാൾ വിചിത്രമെന്നാണ് പറയുന്നത്. ഒരാളുടെ ജീവിത വിജയത്തിന് ഞാൻ അധികം പ്രസംഗിക്കില്ല, 1-2 വാചകം പറയുള്ളൂ, നിങ്ങളാരും പേടിക്കണ്ട. 1 പാരമ്പര്യം, 1 പരിതസ്ഥിതി, 3 ഇച്ഛാശക്തി. ഈ 3 ഘടകങ്ങളാണ് ഒരാളുടെ ജീവിത വിജയത്തിന് കാരണമായിട്ടുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും ഇച്ഛാശക്തിയും മറ്റ് 2 ഘടകങ്ങളും അദ്ദേഹത്തെ ഒരു തരത്തിലും സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാരമ്പര്യവും പരിതസ്ഥിതിയും എല്ലാം മോശമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ ഇച്ഛാശക്തിയും കൊണ്ടാണ് ആ ഫീൽഡിൽ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹം ഇത്രയും വലിയ ഒരു പ്രതിഭാസമായി മാറി. അങ്ങയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഇപ്പോഴും അല്പം നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ജഗന്നിയന്താവ് അങ്ങയ്ക്ക് പൂർണ്ണ ആരോഗ്യം. ഏകാന്തവാസം, നീ പത്രത്തിൽ വായിച്ചു, ഏകാന്തത ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടിയാണ് കാക്കനാട് അതുല്യയിൽ പത്നി സമേതം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏകാന്തത ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഭേദിക്കപ്പെടുന്നുള്ളൂ. അത് വിഷമിക്കരുത്. അങ്ങയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഇവിടെ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ജസ്റ്റിസ് സുകുമാരൻ സാർ ഒരു ആശങ്ക പങ്കുവച്ചു. അങ്ങയ്ക്ക് ആശങ്ക അകറ്റുന്നതിനു വേണ്ടി കൊങ്കണി സാഹിത്യ അക്കാദമി ഒരു സാക്ഷരതാ ക്ലാസ്സുകൾ തന്നെ നടത്തുന്നുണ്ട്. നമുക്ക് 2 പേർക്കും ഞാൻ അങ്ങയെ കൊണ്ടുപോകാൻ തയ്യാറാണ്. കൊങ്കിണി പഠിക്കുന്നതിന് വേണ്ടി അങ്ങയോടൊപ്പം ഞാനും തയ്യാറാണ്. പിന്നെ രണ്ടാമത് ജനാർദ്ദനൻ സാർ എന്നോട് പറഞ്ഞു, മുമ്പിലത്തെ ആ ഡാൻസ് എത്ര മനോഹരമാണ്, അതിൻ്റെ ചുവടുകൾ വെക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പഠിച്ച് ഇട്ട്. അത് അഭിപ്രായം നമ്മുടെ സുകുമാരൻ സാറൂടെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കൊങ്കിണി
ഇതിലേക്ക് നാട്യക്കാരും കലാകാരന്മാർക്കൊക്കെ ഒത്തിരി ഭാവിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വേദിയിൽ അവരുടെ ഒരു സാരി ഡാൻസ് അത്യധികം മനോഹരമായൊരു ഡാൻസായിരുന്നു. ചെയ്യുന്നതെല്ലാം പൊന്നു വിളയിക്കുന്ന ഒരു സഭയാണ് കൊങ്കണി സഭ. അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഈ കൊങ്കണി സഭയെക്കുറിച്ച് രംഗദാസ് സാബ് പറഞ്ഞു, ഇത്രയും നൈർമല്യമുള്ള, അതായത് ക്രിമിനാലിറ്റിയുടെ ഒരു സ്വഭാവം പോലും ഇല്ലാത്ത സത്യസന്ധരായ, അതായത് ലാഭം മാത്രമേ ആഗ്രഹിക്കുന്ന അല്ലേ ബിസിനസ്സുകാരായ ആ സഭയ്ക്കും അതിലുള്ള പ്രവർത്തകർക്കും RS പ്രഭു സാറിനും കുടുംബത്തിനും ദീർഘായുസ് നേരുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ മദൻ സാറ്, ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് യശ്വന്ത് ഷെണായ്, ഇന്നത്തെ പ്രധാന വ്യക്തിത്വമായ RS പ്രഭു സാറ്, ഒപ്പം മുഖ്യാതിഥിയായ ജനാർദ്ദനൻ ചേട്ടൻ, നിയമരംഗത്തെ അധികായനായ ജസ്റ്റിസ് സുകുമാരൻ സാറ് ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ അതിനേക്കാളും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഞാൻ RS പ്രഭു സാറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് 1ാം ക്ലാസ് 2ാം ക്ലാസ് കാലഘട്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറായിലാണ് ജനിച്ചത്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ എൻ്റെ ചേട്ടന്മാരെന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അയ്യൽവക്കത്തുള്ള പറവൂരിൽ താമസിച്ചിരുന്ന RS പ്രഭു സാറിൻ്റെ കഥ പറയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ഞാൻ ജനിച്ച ഈ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ RS പ്രഭു സാറിനെ കുറിച്ച് കേട്ടാണ് ഞാൻ വളർന്നത്. അന്നേ അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെന്നൈയിലായിരുന്നു വർഷങ്ങളോളം. അതുകൊണ്ട് ആ കാലയളവിൽ, ഞങ്ങൾ ആഗ്രഹിച്ച കാലയളവിൽ അദ്ദേഹം തിരക്കുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം നീലക്കുയിലും ഭാർഗവി നിലയത്തിലെല്ലാം പ്രൊഡക്ഷൻ ഇൻചാർജായി തുടങ്ങി. അങ്ങ് രാജമല്ലിയിൽ സംവിധായകനായി, അഭിജാത്യം തുടങ്ങി ആ വെച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ, ആ വെച്ചാണ് കൂടുതൽ ചിത്രങ്ങൾ. അദ്ദേഹം അവസാനിപ്പിച്ചത് ഭീഷ്മാചാര്യയിലാണെങ്കിലും അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ കൂടുതലും അഭിമാനം തോന്നുന്ന ചിത്രങ്ങളാണ്. അതിലൊരു സിനിമ അഭിമാനം എന്ന് തന്നെയാണ് പേര്. അപ്പോൾ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന, കുടുംബബന്ധത്തിൻ്റെ കഥ പറയുന്ന, കുടുംബബന്ധങ്ങൾ ഇത്രയധികം സമൂഹത്തിൽ ഊഷ്മളമാക്കാൻ സഹായിച്ച സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെറുപ്പം മുതൽ കാണുമ്പോൾ നമുക്ക് കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു 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 പ്രചോദനം കിട്ടുമായിരുന്നു, ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇന്നിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അടിക്കാനും ഇടിക്കാനും, എന്തെങ്കിലും വാക്ക് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ അടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളത കാണിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതിൻ്റെ ഒരു ഭാഗ്യം, ആ കുട്ടിക്കാലം ലഭിച്ചതിൻ്റെ ഭാഗ്യം പ്രഭു സാർ മുതലായ ആളുകൾ നൽകിയ സംഭാവന ഞാൻ ഇന്നും ഇപ്പം ഈ നിലയിൽ നിന്ന് സംസാരിക്കുന്നതിനും എല്ലാം അടിസ്ഥാനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രഭു സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വലിയൊരു അഭിമാനവും എനിക്ക് തോന്നുന്നു. അതുപോലെ ജനാർദ്ദനൻ ചേട്ടനെ കാണണമെന്ന് ആഗ്രഹിക്കാൻ കാരണം പലതാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് വില്ലനാണെങ്കിലും പിന്നെ ഞങ്ങളെ അങ്ങോട്ട് രസിപ്പിച്ച് ഇപ്പോൾ എനിക്ക് ജനാർദ്ദനൻ്റെ സൗണ്ട് വരാൻ തുടങ്ങി സംസാരിക്കുമ്പോൾ. ഈ CBI-ക്കാരെ കൊണ്ട് തോറ്റു, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മൾ ചെറിയ കുട്ടികൾ പോലും മിമിക്രി ആയിട്ട് വീട്ടിൽ പരിശീലിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം കൊച്ചുകുട്ടികളിൽ മുതൽ ഇന്നത്തെ തലമുറയിലെ പ്രായമുള്ളവരിൽ വരെ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടതില്ല. ജസ്റ്റിസ് സുകുമാരൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ വയസ്സെന്ന് നമുക്ക് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പ് അല്പം ഒന്ന് മുന്തി നിൽക്കുകയാണ്. നിയമരംഗത്തെ അധികായനാണ്. അദ്ദേഹത്തിൻ്റെ പത്നി ചീഫ് ജസ്റ്റിസ് വരെ ആയതാണ്. അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലിരുന്ന കഥകൾ പറഞ്ഞു. ഞാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി എടുത്തിട്ടുള്ള ആൾ, ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെയോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആളെന്നുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പം ഈ വേദി വളരെ മഹത്വ വ്യക്തികളുടെ
വേദിയിൽ ഇങ്ങനെ വരാനും ഇരിക്കാനും കഴിഞ്ഞത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായി തന്നെ കാണുന്നു. എല്ലാ ആശംസകളും പ്രൊഫസർ നേരുന്നു. നേരത്തെ ഒരു തിരുത്ത് ഞാൻ പറയുന്നു, 120 പറഞ്ഞത്. അപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ 128 വയസ്സിലാണ് മനുഷ്യായുസ്. ഇപ്പോൾ ഇന്ത്യയിൽ സ്വാമി ശിവാനന്ദ യോഗിയുടെ ഒരു വിയോഗം ഇന്നത്തെ പേപ്പറിലുണ്ട്, ഇന്നലെയോ. അതിൽ 128 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും കുറക്കൊന്നുമില്ല. ആ റെക്കോർഡും ഭേദിക്കട്ടെ. ശിവാനന്ദ യോഗിയുടെ റെക്കോർഡും ഭേദിക്കാൻ നമ്മുടെ RS പ്രഭു സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദ്യമായി ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് RS പ്രഭു സാറിൻ്റെ 96 ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു മനുഷ്യായുസ്സിൽ 96 വർഷം ജീവിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. പ്രത്യേകിച്ച് ഈ പ്രഭു സാർ എന്ന് പറയുന്നത് അദ്ദേഹം സിനിമാ രംഗത്ത് അഭിനയിക്കുകയും സിനിമ പ്രൊഡ്യൂസറായിട്ടും സംവിധായകനുമായിട്ട് ഒരുപിടി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു ചിട്ടയില്ലാത്ത ഒരു രംഗമാണ് സാധാരണ സിനിമ രംഗം എന്ന് പറയുന്നത്. ആ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിത ചിട്ടയിൽ യാതൊരു വ്യത്യാസം വരുത്താതെ കൃത്യമായും ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും എല്ലാം നോക്കി അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയതും. ഇനിയും ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു 128 വർഷവും കൂടി, 128 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുന്നതിനുള്ള ആരോഗ്യവും ഇച്ഛാശക്തിയും ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇന്ന് എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ RS പ്രഭു സാറ് ജനിച്ചത് വടക്കൻ പറവൂരിലാണ്. ആ മണ്ണിൽ തന്നെയാണ് എനിക്കും ജനിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അദ്ദേഹം പറവൂരിലൊരു സമുന്നതനായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു അംഗമാണ്. സാധാരണഗതിയിലെ ഒരു ബ്രാഹ്മണരെന്ന് വെച്ചാൽ അവരുടെ ജോലി സാധാരണ കച്ചവടം, കൃഷി, അല്ലെങ്കിൽ ഈ പറയുന്നില്ല സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതാണ്. ഈ സിനിമാ രംഗത്തൊന്നും ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തും ഇല്ല, ഇന്നത്തെ കാലത്ത് കുറച്ചുണ്ട്, പഴയ കാലങ്ങളിലൊന്നും സാധാരണ വരാറില്ല. അദ്ദേഹം സാധാരണഗതിയിൽ എൻ്റെ അച്ഛൻ്റെ വളരെ സുഹൃത്താണ് ഈ പറയുന്ന RS പ്രഭു സാറ്. എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, ഈ RS പ്രഭു സാർ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട്, അതായത് ഒഴുക്കിനെതിരെ നീന്തുക, ആ ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിലും, ഈ പഠിത്തത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏത് കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഈ പറയുന്ന കൃത്യനിഷ്ഠയോടുകൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അദ്ദേഹം മുൻനിർത്തി പ്രവർത്തിക്കാൻ എപ്പോഴും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹം ഈ 96 വയസ്സിലും അദ്ദേഹം വളരെ ചുറുചുറുക്കോടുകൂടി ഇപ്പോഴും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപിടി വർഷങ്ങൾ കൂടി ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പിറന്നാൾ ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ, പിറന്നാൾ ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട RS പ്രഭു സാറിൻ്റെ പ്രിയപ്പെട്ട പത്നി, ഉദ്ഘാടനം ചെയ്ത യശ്വന്ത് ഷെണായ് സാറ്, ജനാർദ്ദനൻ സാറ്, ജസ്റ്റിസ് സുകുമാരൻ സാറ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, കൊങ്കണി സാഹിത്യ അക്കാദമി ഒരു പിറന്നാളാഘോഷത്തിൽ സംഘടിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്ത് ഇവിടെ സുകുമാരൻ സാറ് പറഞ്ഞു, വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് കൊങ്കണി സമുദായം എന്ന് പറയുന്നത്. പക്ഷേ
നിരവധിയായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകൾക്കകത്ത് ഒരുപാട് ഈ സമുദായത്തിൽ പെടുന്ന ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ കുറച്ച് വ്യക്തിത്വങ്ങളെ മാത്രമേ സാഹിത്യ അക്കാദമിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ RS പ്രഭു സാറിന് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 120-128 വയസ്സിലേക്ക് കടക്കാനും ആ പരിപാടി സംഘടിപ്പിക്കാനുള്ള അവസരവും കൊങ്കണി സാഹിത്യ അക്കാദമിക്ക് ലഭിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു പോയി, കൊങ്കണി ഭാഷയുടെ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രാമറുകളും ലിപിയുമെല്ലാമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തമ്മനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ അടുത്ത 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഇപ്പോൾ പുതിയതായി വന്ന് കൊണ്ടിരിക്കുകയാണ്. നവീൻ കുമാർ സാറാണ് അതിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. സാറ് വന്നിട്ട് അധികം നാളായിട്ടില്ല. വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും സാഹിത്യ അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രഭു സാറിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ വിനീത നമസ്കാരം. ഏറെ സന്തോഷകരമായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച എക്മേളി, കൊങ്ങിണി സാഹിത്യ അക്കാദമി, ഇവരോട് ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കുന്നു. കാരണം ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ RS പ്രഭു സാർ, ഞാനൊക്കെ സിനിമ ഗൗരവത്തിൽ കണ്ടു തുടങ്ങിയ കാലത്ത് അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്നും വിരമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 50-കൾ മുതൽ 80-കളുടെ തുടക്കം വരെ സിനിമാ രംഗത്ത് ഒരു നടനായും നിർമ്മാതാവായും സംവിധായകനുമായും അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. തികച്ചും സംശുദ്ധമായ ഒരു സിനിമാ ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ പ്രഭു സാറിന് ഈശ്വരൻ, ജഗദീശ്വരൻ ദീർഘായുസ് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ പത്നിക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഏകദേശം 3 ദശാബ്ദത്തിലേറെക്കാലം സിനിമാ രംഗത്തുണ്ടായിരുന്ന ശ്രീ RS പ്രഭുവിൻ്റെ ചരിത്രവും കൂടെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു ചരിത്ര പുരുഷനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇന്ന് യാദൃശികമായിട്ട് മറ്റൊരു മഹത് വ്യക്തിയെയും കൂടെ ജന്മദിനാശംസ അറിയിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. ഞാനൊക്കെ വെള്ളിത്തിരയിൽ മാത്രം കണ്ടിട്ടുള്ള, അപൂർവമായി മാത്രം നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ ജനാർദ്ദനൻ അവർകൾ, അദ്ദേഹത്തെയും ഈ ശുഭാവസരത്തിൽ, ഈ സന്തോഷവേളയിൽ ജന്മദിന ആശംസകൾ നേരുന്നു, ദീർഘായുസിനായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ വിജയകുമാർ കമ്മത്ത് മാം ഇവിടെ വന്നിട്ട് എല്ലാവരെയും ആദരിച്ചു. ഇന്നത്തെ നമ്മുടെ മുഖ്യ താരം ശ്രീ RS പ്രഭുജീനെയും കൂടി ആദരിക്കുവാൻ ക്ഷണിക്കുന്നു. അടുത്തത് ജനാർദ്ദനൻ സാറാണ്. ജനാർദ്ദനൻ ചേട്ടൻ്റെയും ബർത്ത്ഡേ ആണെന്ന് വിജയകുമാർജി ആദരിക്കുന്നു. അടുത്തത് കൊച്ചിയിൽ നിന്നും ശ്രീ കൃഷ്ണഭട്ടന് RS പ്രഭു സാറിനെ ആദരിക്കണം എന്നുള്ള ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇനിയൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നമ്മുടെ
ഇന്നിവിടെ കാഴ്ചവെച്ച നൃത്ത ആവിഷ്കരണമുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പാട്ടിൻ്റെ രചന ചെയ്തത് ശ്രീ ഉമേഷ് ഭട്ടാണ്. ലിറിക്സും സംഗീത സംവിധാനവും ചെയ്തത് ശ്രീ ഉമേഷ് ഭട്ട്. എക്മേലെ ആഗ്രഹിച്ചത് പ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ഡ്രഗ്സിന് വിരുദ്ധമായിട്ടുള്ളത്, ലഹരി വിരുദ്ധമായിട്ടുള്ള ലൈൻസ് കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും നമുക്ക് വേഗം തന്നെ ചെയ്തു തന്നു. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. യെസ്, ജനാർദ്ദനൻ ചേട്ടൻ ആദരിക്കുന്നു നമ്മുടെ കൊച്ചിയിലെ ഗോശ്രീപുരം ഉമേഷ് ഭട്ടിനെ. കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഓണറിംഗ് ആണ്. നമ്മുടെ അഡ്വക്കേറ്റ് DG സുരേഷ് RS പ്രഭുവിനെ ആദരിക്കുന്നു ഓൺ ബിഹാഫ് ഓഫ് കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്ര. അടുത്തത് മാഡം ജയ ബാലകൃഷ്ണ കമത്ത് ഒരു 2 വരി പദ്യം എഴുതിയിട്ടുണ്ട്, അതിവിടെ ആലപിക്കുന്നു. चंदजानु मस्त मस्त प्रयत्नान योगदानानि चलचित्रचरित्रांदु चक्रवर्ती पदारी पवलेल पोरो मम्माक श्रीनिवास पोरो मम्माक आनंदमोदेन सार्थक पूर्णजम चाक प्रार्थना करता हम भव सदायुषी. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരു കൈയടിക്കേ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞു നമ്മുടെ RS പ്രഭുവിനെ ആണ് ആദരിച്ചേക്കണം. പക്ഷേ ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. ആ സ്ത്രീയാണ് നമ്മുടെ RS പ്രഭുവിൻ്റെ സാറിൻ്റെ വിജയത്തിന് പുറകിലും മുമ്പിലും ഇരിക്കുന്ന അങ്ങേരുടെ പത്നിയെ ഞാൻ സാദരം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടത് കൊണ്ടാണ് അങ്ങേര് ഈ നിലയിലെത്തിയത്. പിന്നെ നമ്മളെല്ലാം ഇതെല്ലാം കണ്ടിരിക്കും സിനിമയിലെല്ലാം ഇന്നമാതിരി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ. പക്ഷേ ആ ബർത്ത്ഡേ സെലിബ്രേഷനിൽ നമ്മളെങ്ങനെ ചെയ്യണം? മിക്കവാറും നമ്മുടെ വീടുകളിലോ ഹോട്ടലുകളിലോ ആയിരിക്കും നമ്മൾ ചെയ്യണത്. പക്ഷേ ഒരു ചേഞ്ച് എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലിരുന്നും കൊണ്ട്, നമ്മുടെ സമൂഹത്തിനും എല്ലാവരും പങ്കെടുത്തും കൊണ്ട് നമ്മുടെ ഇന്ന് RS പ്രഭു സാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആദ്യമായിട്ടായിരിക്കും ഇവിടെ നടന്നിരിക്കുന്ന മീറ്റിങ്ങിൽ നടന്നു കാണുമായിരിക്കും ഈ ചങ്ങമ്പുഴ സാംസ്കാരിക പാർക്കിൽ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്ക് മുറിച്ചും കൊണ്ട്, എന്താ പ്രകാശ് സാറേ കണ്ട, നമ്മുടെ ഈ ചങ്ങമ്പുഴ സാംസ്കാരിക സംഘത്തിൻ്റെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ നടന്നിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും, പിന്നെ ഇത് നമ്മളെ സംഘടിപ്പിച്ച് തന്ന ഇവിടെ എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവർ വളരെയധികം ബുദ്ധിമുട്ടി. അതുകൊണ്ട് നിങ്ങളുടെ വകയ്ക്കൊരു നന്ദി പ്രകാശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രകാശിപ്പിക്കൂലേ? ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയവരൊന്ന് നിന്നും കൊണ്ട് കൈയടിച്ച് അങ്ങേരുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ അങ്ങേരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായി പറ്റണമെന്ന് ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. പ്രഭു സാറെ, ഇങ്ങനത്തെ ഒരു കൈയടിയും സന്തോഷവും സാറിന് എവിടെയും കിട്ടൂല. ഈ നമ്മുടെ കൊങ്കണി ഭാഷ സാഹിത്യ പരിഷത്തും എക്മേഡിയും കൂടി ചേർന്നിട്ടുള്ള ഇതാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും അതേമാതിരി
ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും ഞാൻ എൻ്റെ പേരിലും മറ്റേ സംഘടനകളുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നിങ്ങളെല്ലാവരും ആ സിനിമ കാണുക എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളെല്ലാം ആ സിനിമ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കൊങ്കണി ഭാഷയിലുള്ള സിനിമയാണെങ്കിലും അതിൽ ഇംഗ്ലീഷ് ടൈറ്റിൽസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലാകും. നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി, നമസ്കാരം.